നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കല് അവിടെ സഹാബിരങ്ങളെല്ലാരും വിളിച്ചു കൂട്ടു അങ്ങനെ ബനൂ ഖുറൈളകളെ മുട്ട പോയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർഡർ ആക്കിയത് അങ്ങനെ എല്ലാവരും പർത്തായിട്ട് പറഞ്ഞു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങൾ വിളിച്ചോണ്ട് ಅಪ್ಪ ಸಹಾಬಿರಂಗ ಅವ್ರ ತೆಲ್ಲು ಪೆರುಜಾರಂಟಿ ಅಪ್ಪಮಿ അവിടെ ഹന്തക്ക് യുദ്ധ ഒരു തിങ്കൾ തോലു അങ്ങനൊട്ടിಗೆ ಹೋರಾಡಿಟ್ಟು ആ കഷ്ടത്തിലും ആ ത്യാഗത്തിലും അവളെ തെച്ചിട്ട് പിന്നെ ആ അങ്ങനെ പോയിട്ട് അവർ വിജയിക്കിട്ടുള്ള ഒരു ആശ്വാസത്തിൽ ಬಂತ ഔത്തുలు തെച്ചിട്ട് തെല്ല് റെസ്റ്റ് എടുക്കാണ്ട് വിയർക്കം പോയിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറി സഹാബിരങ്ങളെ പിടിച്ചു കൂട്ടി ചൊല്ലേ ഇനി ബനൂ ഖുറൈളകളെ മുട്ട നമുക്ക് പോകുന്നു എല്ലാവരും റെഡിയാവും സഹാബിരങ്ങ ഒരാളും പെരുജാರಂಟಿ എല്ലാവരും അവിടെ വെച്ചിട്ട് എന്താ അവിടെ അങ്ങനെ ആയുധം പിടിച്ചിട്ട് റെഡി ആവുന്നേറ്റിക്കുന്നത് നമുക്ക് കാണും സുബ്ഹാനല്ലാഹ് ഇത് ഞങ്ങൾ ആൽച്ചനാക്കുന്ന സഹാബിരങ്ങളെ ആ ഒരു ത്യാഗത്തെ ഞങ്ങൾ ആൽച്ചനാക്കുന്ന ഈ ഒരു കാര്യത്തിക്ക് അല്ലെ ഞങ്ങളിപ്പ ഒരു ഏതേ ഒരു സ്വറാക്കിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ദുനിയാവിയായിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് ഇപ്പൊ ഇത് ഓഫീസിൽ പോയിട്ട് ജോബ് ആക്കിയിട്ടുള്ള ബന്ധന അങ്ങനത്തെ ലവത്തിലു കുളിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ അപ്പൊ ഇത്തിക്കറി ബിലി വേണ്ടി ഇന്റെ ഒരു ഫീൽഡ് താവുണ്ട് അല്ലെങ്കിൽ വേറെവിടെയെങ്കിൽ നമുക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദാവാക്കുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്തേ ഒരു ക്ലാസ് ഉണ്ട് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഒരു മടി പിടിക്കും സഹാബിരങ്ങളല്ല എപ്പോ നോക്കി ഏത് ടൈമിലും അങ്ങനെ റെഡിയായും തിന്നാറ് ചൊല്ലത് ഇത്തിക്കറ് നമുക്ക് കാണാൻ സാധ്യത. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. തിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു വതആല പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് കൂടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോട്ടും വസിയത്താക്കുക ഉപദേശിക്കുക റബ്ബ് സുബ്ഹാനഹു വതആല അത്തരത്തിൽ അവിടെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ജീവന ചരിത്രം വിശദീകരിക്കുന്നതായോ ഈ ക്ലാസ്സിലെ 67ാമത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ ഒട്ടികയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്ര ഹിജ്റ വന്നതിൽ പിന്നെ ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്നതായോ ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 3 ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ചു. ഇന്ന് ഖന്തഖ് യുദ്ധവുള്ള കാരണം എന്തിനെ ചൊല്ലതും അതിലിടയിൽ നടക്കുന്നതായ കുറിയ സംഭവം അതിൽ പിന്നെ ബനൂ ഖുറൈള ഗോത്രത്തങ്ങ മുസ്ലിമരൊട്ടിന്റെ കരാർ ലംഘിച്ചതും അതിൽ പിന്നെ ശത്രുമാർ അള്ളാഹുവിന്റെ സഹായ മുഖാന്തര അങ്ങ അവിടെ വിട്ടു പോണ്ടതും എല്ലാം ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതായിട്ടിക്ക് ആ ലാസ്റ്റിക്ക് മുസ്ലിമീങ്ങ അങ്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയം കൊടുക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുമാർ പൊയ്രാറാൻ ചൊന്തു പിന്നും ഗ്യാരണ്ടി ആക്കിയിട്ട് പിന്നെ ഇത്തിക്കറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജാഗി മുട്ടിട്ടു പിന്നെ അങ്ങനെ ഔത്തുകു പോണ്ടി. അപ്പൊ അവിടെ ശത്രുമാരൊട്ടിಗೆ ചെറിയ ചെറിയ സംഘടനകൾ ಐತಿಂತು. അപ്പൊ ആ സംഘടനയിൽ കൊറിയ സഹാബിമാർക്ക് ചെറിയ ചെറിയ ഗായെല്ലാം ಐತಿಂತು. അപ്പൊ അങ്ങനെ ആ സഹാബിരങ്ങൾ അങ്ങനെ കുടുംബത്തെ എന്താക്കിയെന്നാർ കുട്ടി പോയിന്നാർ അതില് സാദിബിന് മുആദ് റളിയല്ലാഹു ഞങ്ങത് ചെന്ന പ്രത്യേകമായിട്ട് സാദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് ഒരു ബില്ലുബാൻ അടിച്ചിട്ട് സാദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ചോര പൊട്ടി ഒലിക്കതും അതിൽ പിന്നെ സാദ് റളിയല്ലാഹു അൻഹു ദുവാർന്നതും അങ്ങനെ പിന്നെ ചോര അവിടെ നിപ്പായതും അല്ല തന്നെ ചൊന്ന അങ്ങനെ സാദ് റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെ സാദ് റളിയല്ലാഹു അൻഹു വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് മദീന പള്ളിയിലെ മുട്ടത്തിൽ ഒരു ടെന്റ് ആക്കിയിട്ട് അവിടെ ഇത്തിക്കർ സാദ് റളിയല്ലാഹു അൻഹുരെ ട്രീറ്റ്മെന്റ് ആക്കുകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റെഡിയാക്കി വെച്ച് അങ്ങനെ ബണ്ടങ്ങ സാദ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കണം അവിടേക്ക് ബണ്ടാർ സന്ദർശിക്കാറ് അതേപോലെ ട്രീറ്റ്മെന്റ് ആക്കുകയും എല്ലാം അവിടെ മുട്ടത്തിലെ സുലാബാവു ചൊല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലെ മുട്ടത്തിലെ ഒരു ടെന്റ് ആക്കി കൊടുത്തു തിന്ത് അവിടെ ഇത്തിക്കർ സാദ് റളിയല്ലാഹു അൻഹു പിന്നിന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് റളിയല്ലാഹു അൻഹു വിസിറ്റ് ആക്കി വീണിട്ട് സാദ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആർന്നു വീണിട്ട് അങ്ങനെ എല്ലാ രീതിയിലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജീകരിച്ചിട്ട് ഇത്തിക്കർ പിന്നെ ഔത്തുക പോണ്ടി. അങ്ങനെ ഔത്തുക പോകുമ്പോഴത്തേക്ക് അതേ ഇത്തിക്കർ സ്വഹീഹ് ബുഖാറിൽ സ്വഹീഹ് മുസ്ലിമിലുള്ള നമുക്ക് കാണാൻ സാധ്യത ഒരു ഹദീസ് ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലേ അങ്ങനെ ഇത്തിക്കർ ഖന്തഖ് യുദ്ധയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിട്ടേൺ ഔത്തുക പണ്ട സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലേ ലമ്മ റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖന്തഖ് ഖന്തഖ് ആയിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുക വന്നപ്പ വലഅ അസ്സലാഹ് നബിയുടെ ആയുധെല്ലാം കീൽ വെച്ചിട്ട് ഫഗ്തസല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കോ പോയിട്ട് അങ്ങനെ കുളിച്ചിട്ടാൽ പിന്നെ ഫഅതാഹു ജിബ്രീൽ വഹുവ
യംഫുദു റഅ്സുഹു മിനൽ ഗുബാർ. അപ്പൊ ഈ തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ജിബ്രീൽ അലൈഹിസ്സലാം പണ്ടു. ജിബ്രീൽ സലാം എങ്ങനെ പണ്ടു? മനുഷ്യ ರೂಪത്തിൽ തിക്കർ പണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേക ചൊല്ലു, ആ മനുഷ്യരെ, അതായത് ദഹിയ അൽ കൽബിലെ ರೂಪത്തിലെ തിക്കർ ജിബ്രീൽ അലൈഹിസ്സലാം പണ്ടു. തലല് മണ്ണുള്ളേ, തലല് പൊടിയുള്ളതായ ഒരു അവസ്ഥയിലെ തിക്കർ ജിബ്രീൽ അലൈഹിസ്സലാം പണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറ്, വദഅത സല, നബിയെ നിങ്ങളെ ആയുധങ്ങളെ കീൽ വെച്ചാറ. ഫവല്ലാഹി മാ വദഅനാഹു, അല്ലാഹു ഈ തിക്കർ സത്യ, മലക്കിങ്ങായ നങ്ങ ഇപ്പം എന്താക്കിയിട്ടില്ല, ആയുധ കീൽ വെച്ചിട്ടില്ല. അതായത് യുദ്ധാക്കിയിട്ട് അങ്ങനെ പേര് പാട്ടിയുന്നാർ മലക്കുമാറും പാർട്ടിസിപ്പേറ്റ് ആക്കിന്നാർ. അതിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ಬಂದು നബിയോട് ചൊല്ലറി, നിങ്ങൾ ആയുധങ്ങളെ കീൽ വെച്ചാറ, മലക്കിങ്ങായ നങ്ങ ഇനിയും എന്താക്കിയിട്ടില്ല, ആയുധ കീൽ വെച്ചിട്ടില്ല. അപ്പൊ എന്താക്കും, നിങ്ങൾ ഉഖ്റുജു ഇലൈഹിം, നിങ്ങൾ അങ്ങനെ മുട്ട ഭർത്താവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കరు, ഫൈലായിൻ, എവിടെയാണ് ഭർത്താവും? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ല, ആ ഹുന വ അശാറ ഇല ബനി ഖുറൈള. ജിബ്രീൽ അലൈഹിസ്സലാം ബനു ഖുറൈള മുട്ടത്തിക്ക് ഇഷാറാക്കിയിട്ട് ഹാ ഉന, അവിടേക്ക് നിങ്ങൾ ഭർത്താവും ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി ചൊല്ലു. അങ്ങനെ ഇത്തിക്കർ ഫഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, ബനു ഖുറൈള മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് തെറ്റിക്കർ നമുക്ക് കാണാം. അപ്പൊ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കരെ സഹിയായ ഒരു ഹദീസ് എത്തിക്കും. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಬಂದು ഔത്തി എത്തിയിട്ട് കുളിച്ചിട്ട് ഒരു തെല്ല് റെസ്റ്റ് എടുക്ക പോകേണ്ട ടൈമിൽ എത്തിക്കറ് ജിബ്രീൽ അലൈഹിസ്സലാം ಬಂದು എന്താക്കരെ ബനു ഖുറൈള മുട്ട എനി പോകുന്നുണ്ട്. അങ്ങ കാട്ടിയതായ വഞ്ചനക്, അങ്ങ കാട്ടിയതായ ചതിക്, വലൈഹിസ്സലാം, അങ്ങ കാട്ടിയതായ ചതിക്, അതുക്ക് തക്കതായ ആക്ഷൻ, അങ്ക് തക്കതായ പനിഷ്മെന്റ് കൊടുക്കുകയായിട്ട് നിങ്ങൾ അവിടേക്ക് ഭർത്താവിന് ചൊന്തു ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോകുന്നു. അത് മാത്രമല്ല പിന്നെ ഒരു റിപ്പോർട്ടിൽ കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു, നങ്ങ ಬೇಗ പോണ്ട മലിക്കിങ്ങ, നങ്ങ ಬೇಗ പോണ്ട, നിങ്ങൾ ഞങ്ങളെ പെറോലെ പറഞ്ഞു ചൊന്തു ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് അവിടെ സഹാബിരങ്ങളെല്ലാരും വിളിച്ചു കൂട്ടു. അങ്ങനെ ബനു ഖുറൈള മുട്ട പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർഡർ ആക്കിയത് അങ്ങനെ എല്ലാവരും ഭർത്തായിട്ട് പറഞ്ഞു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളോട് ചൊല്ലു. അപ്പ സഹാബിരങ്ങ ഒരു തെല്ലും പെരുജാറാಂಟಿ അപ്പമി അവിടെ ഹന്തക് യുദ്ധ ഒരു തിങ്കൾ തോലു അങ്ങനൊട്ടിಗೆ ಹೋರಾಡಿಟ್ಟು ആ കഷ്ടത്തിലും ആ ത്യാഗത്തിലും അവൾ തെച്ചിട്ട് പിന്നെ ആ അങ്ങനെല്ലാം പോയിട്ട് അവർ വിജയ കിട്ടിട്ടുള്ള ഒരു ആശ്വാസത്തിൽ ಬಂದು ഔത്തുలు തെച്ചിട്ട് തെല്ല് റെസ്റ്റ് എടുക്കാണ്ട് ബിയർക്കും പോയിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് സഹാബിരങ്ങളെ വിളിച്ചു കൂട്ടി ചൊല്ലറേ, ഇനി ബനു ഖുറൈള മുട്ട നമുക്ക് പോകുന്നു, എല്ലാവരും റെഡിയാവും. സഹാബിരങ്ങ ഒരാളും പെരുജാറാಂಟಿ എല്ലാവരും അവിടെ വെച്ചിട്ട് എന്താ അവിടെ അങ്ങനെ ആയുധം പിടിച്ചിട്ട് റെഡി ആവുന്നത് ഇട്ടിക്കുന്നത് നമുക്ക് കാണും. സുബ്ഹാനല്ലാഹ്, ഇത് ഞങ്ങൾ ആഴ്ചനാക്കുന്ന സഹാബിരങ്ങളെ ആ ഒരു ത്യാഗത്തെ ഞങ്ങൾ ആഴ്ചനാക്കുന്ന ഒരു കാര്യം ഇട്ടിക്കർ അല്ലെ. ഞങ്ങളിപ്പ ഒരു ഏതേ ഒരു സ്വറാക്കിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ദുനിയാവിയായിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് ഇപ്പൊ ഏതോ ഓഫീസിൽ പോയിട്ട് ജോബ് ആക്കിയിട്ടുള്ള ಬಂತು ഞങ്ങത്തെ ലൗത്തുലു കുളിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോ അപ്പൊ ഇത്തിക്കറി ബിലി വേണ്ടി ഒരു ഫീൽഡ് താവുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിൽ നമുക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദാവാക്കുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൽ എന്തേ ഒരു ക്ലാസ് ഉണ്ട് വിളിക്കും, ഞങ്ങൾക്ക് എന്താ ഒരു മടി പിടിക്കും. സഹാബിരങ്ങളല്ല എപ്പോ നോക്കി ഏത് ടൈമിലും അങ്ങനെ റെഡിയായും തിന്നാറ് ചൊല്ലത് ഇത്തിക്കറ് ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവും. സഹാബിരങ്ങളുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വിയർച്ചു പോണ്ട, നബിയുടെ കാലത്ത് അള്ളാഹു ഞങ്ങൾ ഉണ്ടാക്കാണ്ടിരുന്നതേ വലിയ കയ്യിലുണ്ട്. കാരണം ഞങ്ങൾ ചിലപ്പോൾ മുനാഫിക്കായി പോയത്ത ഞങ്ങൾ ഇപ്പത്തെ ഈമാന് വെച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ടായെങ്കിൽ സഹാബിരങ്ങൾ അത്രത്തോളം നല്ല ഈമാനിൽ ഞങ്ങൾ മാറിയിട്ടുన్నారు. അത് കഴിത്തിക്കറ് സഹാബിരങ്ങളെ അങ്ങനെ തണ്ടാളി ഉണ്ടായെങ്കല്ല, സഹാബിരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കിയ ഇട്ടിക്കറാണ്. ഈ ഉമ്മത്തിങ്ങൾക്ക് സെലക്ട് ആക്കപ്പെട്ട ഇട്ടിക്കറാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന പൽക്കത്തിൽ നമുക്ക് കാണും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലറേ, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അടിമമാരുടെ കൽബിനെ നോക്കിയ ഫവജദ ഖൽബ മുഹമ്മദിൻ ഖൈർ. അപ്പൊ ഇത്തിക്കർ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബ് ഖൈറായിട്ട് കണ്ടേ. അങ്ങനെ ഇത്തിക്കർ ഫസ്തഫാഹു ലി നഫ്സിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കേട്ട് എന്താക്കറേ സെലക്ട് ആക്കറേ. അതിൽ പിന്നെ എന്താക്കറേ അള്ളാഹു സുബ്ഹാനഹു വ തആല ثم نظر في قلوب العباد بعد قلوب محمد صلى الله عليه وسلم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കറേ വേറെ അടിമമാർക്ക് ആരുള്ള ഖൈറാണ്. അപ്പൊ ഇത്തിക്കർ ഫവജദ ഖുലൂബി അസ്ഹാബിഹി ഖൈറു ഖുലൂബി അൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമമാരിൽ അള്ളാഹ് തന്തിയാറ ഖൈറായ കൽബിങ്ങ അത് നബിയുടെ സഹാബിരങ്ങാണ് അള്ളാഹു കണ്ടിട്ട് ഫജഅലഹും വുസറാഉ നബിഹി. അങ്ങനെ ഇത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ കൂട്ടത്തിൽ ജീവിക്കരങ്ങാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സെലക്ട് ആക്കി. അപ്പൊ ഞങ്ങൾ നോക്കുപോയെങ്കിൽ സഹാബിരങ്ങ അങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ ജീവിക്കുകയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കപ്പെട്ട ആൾമാർ ഇത്തിക്കർ ചൊല്ലത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യം. അപ്പൊ ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് റെഡിയാകും ചൊന്നപ്പ അങ്ങ് അപ്പമി എന്താക്കിയാൽ റെഡിയായി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് കടത്തു, സഹാബിരങ്ങളെ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നബി എന്താക്കി ഒരു ഗ്രൂപ്പിലെ ഫസ്റ്റ് കടത്തു. അപ്പൊ കടത്തിലേക്ക് മുന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രൂപ്പ് വേണ്ടി ചൊല്ലു, ലാ യുസല്ലിയന അഹദുൻ അൽ അസ്ര ഇല്ലാ ഫി ബനി ഖുറൈള. നിങ്ങൾ ബനു ഖുറൈള എത്തിട്ടല്ലാണ്ട് അസർ നിസ്കരിക്കത്തീറ. അപ്പൊ അത് ലൊഹറിന്റെ ടൈം എത്തിക്കറ്, ലൊഹർ നിസ്കരിച്ചായ അതേ ടൈം എത്തിക്കറ്. പിന്നൊരു ഹദീസിൽ കണ്ട് നിങ്ങൾ അസറും ലൊഹറും
ബനു ഖുറൈലಗೆ ಎತ್ತಿಟ್ಟಲ್ಲ ಅಂತ നിങ്ങൾ നിസ്കരിക്കുക തീരാച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ട് ഹദീസും ಬಂದ್ರಲ್ಲಿ ಅಪ್ಪ ಇದ್ರೆ ಉಲಮಾಕಮಾರ್ ಜಮ್ಮಾಕ್ರೆ ಅಂದ್ರೆ ಕೊರಿಯ ಸಹಾಬಿರಂಗ ಲೊಹರ್ ನಿಸ್ಕರ್ಚಿಟ್ಟೈತಿಂತ ಕೊರಿಯ ಸಹಾಬಿಮಾರು ಲೊಹರ್ ನಿಸ್ಕರ್ಚಿಟ್ಲಂತ ಅಪ್ಪ ಅದಕ್ಕೆ ತಿಕ್ಕರು ಲೊಹರ್ ನಿಸ್ಕರ್ಚಾಲ್ ಮಾರುಟಿಗೆ ಅಂದ್ರೆ അസർ നിസ്കാരം നിങ്ങൾ കുറയിലക്ക് എത്താണ്ട് അവിടെ ബനു കുറയിലക്ക് എത്താണ്ട് നിങ്ങൾ നിസ്കരിക്കത്തീര. അതേപോലെ ലൊഹർ നിസ്കരിക്കാത്തങ്ങളൊട്ടിಗೆ നബ്സു ലൊഹറും അസറും നിങ്ങൾ ബനു കുറയിലറങ്ങളൊട്ടിಗೆ അവിടെ എത്താണ്ട് നിങ്ങൾ നിസ്കരിക്കത്തീര ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അങ്ങനെ ഇത്തിക്കറ ആ സഹാബിമാരെന്താക്കാറ് പോണ്ടാറ് ഒരു ഗ്രൂപ്പ് സഹാബിരങ്ങ പോണ്ടാറ് ഫസ്റ്റിಗೆ പോണ്ടാറ്. അങ്ങനെ പോണ്ടേ തെരുവിൽ എന്താ ചൊന്നെങ്കിൽ അസർ ടൈം അവർ അപ്പൊ അസർക്ക് ടൈം ആയപ്പോ അവിടെ ആ സഹാബിമാരുടെ ഗ്രൂപ്പിൽ രണ്ട് വിഭാഗാൽമാർ അവിടെ ഒരു വിഭാഗാൽമാർ ചൊന്നാറ് ഞങ്ങൾ കൂടെ വെച്ച് നിസ്കരിക്കാം. കാരണം അസർ ടൈം ആയിട്ട് അങ്ങനെ ഞങ്ങൾ കൂടെ നിസ്കരിക്കാം. അപ്പൊ കൊറിയ സഹാബിരങ്ങ ചൊന്നാറില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ ബനു ഖുറൈലಗೆ എത്തിട്ടല്ലാണ്ട് നിങ്ങൾ നിസ്കരിക്കത്തീരാണ്ട് ഇത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ അങ്ങനെ സബലു ബനു ഖുറൈലಗೆ എത്തിട്ടാൽ പിന്നെ ഞങ്ങൾ നിസ്കരിക്കരുത്. അപ്പൊ ഈ സഹാബിര ചൊന്ന അല്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്ന ചൊന്നെങ്കിൽ ഞങ്ങൾ ആ ടൈം കേട്ടിക്കർ അസർക്ക് ടൈം കേട്ടിക്കർ ബനു ഖുറൈലಗೆ എത്തിരേണ്ട നബി ഉദ്ദേശിച്ചിരി. അപ്പൊ അത് കഴിച്ചിക്കർ ബനു ഖുറൈലಗೆ പോയിട്ട് നിങ്ങൾ എന്താക്കൂ നിസ്കരിക്കൂ ചൊന്നരേ. അപ്പൊ നോക്കുമ്പോൾ തെരുവിലെ എന്തായിട്ട് അസർ ടൈം ആയിട്ട് അപ്പൊ അത് കഴിച്ച് ഞങ്ങൾ ഇവിടെ നിസ്കരിക്കത്തേക്ക് കയ്യിലിട്ട് അങ്ങ് ചൊന്നാർ. അപ്പൊ ഇങ്ങനെ ചൊന്നാറില്ല നബി എന്തിനാ ചൊന്നറു അതുവേ ഞങ്ങൾ എടുക്കറി. അപ്പൊ അത് കഴിച്ചിക്കർ ഞങ്ങൾ ബനു ഖുറൈലಗೆ എത്തിയിട്ട് ഞങ്ങൾ നിസ്കരിക്കും. അപ്പൊ എന്താ കൊറിയ സഹാബിരങ്ങ അവിടെ വെച്ച് നിസ്കരിച്ചാർ ആ തെരുവിൽ വെച്ചിട്ട് നിസ്കരിച്ചാറ്. ബാക്കി കൊറിയ സഹാബിരങ്ങ അവിടെ നിസ്കരിച്ചില്ല. അങ്ങനെ എന്താക്കിയാർ ബനു ഖുറൈലറോടെ പോയിട്ടേ അങ്ങനെ നിസ്കരിച്ചാർ. പിന്നെന്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നപ്പോ ഫദുകിറ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയ സഹാബിരങ്ങ ചൊന്നാറ് കൊറിയാൽ പാതിൽ തെരുവിൽ നിസ്കരിച്ചാറ് കൊറിയാൻ കൂടെ വന്ന് നിസ്കരിച്ചാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി ഫലം യുഅന്നിഫ് വാഹിദൻ മിൻഹും ആ രണ്ട് വിഭാഗത്തിലും നബി ഒരാളും എന്താക്കിയിട്ടില്ല ദൂരിട്ടില്ല. രണ്ടാലും നബി സമാട്ടെ തിക്ര് ചൊന്നേന്റെ തിക്ര് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അപ്പൊ ഇതില് നമുക്ക് പഠിക്കുമ്പോൾ വലിയൊരു പാട്ടുണ്ട്. അതായത് ഇപ്പൊ ഫിഖ്ഹി മസ്അലല് എത്രമാ ഇഖ്തിലാഫ് ഉലമാക്കന്മാരുടെ ഇഖ്തിലാഫ് കാണാൻ സാധ്യം. ചിലപ്പോൾ ഞങ്ങൾ വിയർച്ചു പോകണം എന്താ പോവാം അള്ളാഹ് ഒരു ദീനല്ലേ. അപ്പൊ ദീനിൽ ഇങ്ങനെ ഇഖ്തിലാഫ് പണ്ടേ ചൊന്ന് ഞങ്ങൾ വിയർച്ചു പോവാം. അവിടെ തിക്കറ് ഈ ഒരു സംഭവം നമുക്ക് എന്താ അവിടെ വലിയൊരു പാട്ടാക്കി തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ പൽക്കത്തിലും നബിയുടെ പൽക്കത്തിലും ചിലത് നസ്സായിട്ട് പണ്ട് അതിങ്ങനെ നീണ്ടു പണ്ട് അതിലെന്താവുകില്ല അഭിപ്രായ വ്യത്യാസം ആവുകില്ല. ഒന്ന് ചൊന്നത് അത് കൃത്യമായിട്ടിക്ക് മാത്രം ഫിഖ്ഹി മസലയിൽ ചില വിഷയം എന്താവും ജണ്ടുകും അർത്ഥപണ്ടതായി പൽക്കിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചൊല്ലു മാത്രമ അതിൽ മാനവിയായിട്ട് എടുക്കും ഇക്കർ അതേപോലെ ലഫ്ലിയായിട്ട് ആ പൽക്കമേ എടുക്കരുതിക്കർ അങ്ങനെ ഇത്തിക്കർ ഉലമാക്കന്മാരുടെ എന്താ അവിടെ ഇഖ്തിലാഫ് പണ്ടി. അപ്പൊ അവിടെ ഇഖ്തിലാഫ് പറയുമ്പോൾ നങ്ങാക്കുണായ ഇതെന്തര് നിലപാടെന്തര് ഉലമാക്കന്മാരുടെ ഇഖ്തിലാഫ് പറയുമ്പോൾ നങ്ങാക്കുണായ സ്വരെന്തര് ഒന്നാമത്തേത് ഉലമാക്കന്മാരുടെ ഇഖ്തിലാഫ് ചിലത് കേന്ദ്രിക്കില്ല പ്രൂഫിക്കില്ല. കൊറിയ ഉലമാക്കന്മാർ ഇങ്ങനെ ചൊല്ലുறதுக்கு പ്രൂഫിക്ക്. അപ്പൊ അവിടെ ഞങ്ങൾ നിൽക്കണായി എന്തേ പ്രമാണ ആരുടെ കയ്യിലുണ്ടു അങ്ങോട്ട് ടിക്കറ് ഞങ്ങൾ നിൽക്കണായി അത് ഈ ടിക്കറ് ഞങ്ങൾ നിലപാടായിട്ട് ഞങ്ങൾ സ്വീകരിക്കണം. അത് എത്ര വലിയ ആലിമായെങ്കും എത്ര വലിയ മുജ്തഹിദായെങ്കും പ്രമാണ ആരുടെ കയ്യിലുണ്ടു നസ്സാരുടെ കയ്യിലുണ്ടു അവിടെ എത്തിക്കുറ ഞങ്ങൾ നിൽക്കണായി അല്ലെ. പ്രമാണം ഇല്ലാത്തത് ചിലപ്പോൾ അത് അങ്ങനെ ഇജ്തിഹാദ് പരമായിട്ട് അങ്ക് തപ്പിയതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലല്ലേ ഒരാൾ ഇജ്തിഹാദാക്കി അതായത് വലിയ വലിയ മുജ്തഹിദായ ആൾമാർ അങ്ങനെ ഇജ്തിഹാദാക്കി സമയത്തുണ്ടായെങ്കിൽ അങ്ക് രണ്ട് കൂലി ഇല്ലാണ്ടായെങ്കിൽ തപ്പിത്തുണ്ടായെങ്കിൽ അങ്ക് ഒരു കൂലി ഉണ്ടായിത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. അപ്പൊ അത് കഴിച്ച് ചിലപ്പോ പ്രമാണം ഇല്ലാണ്ട് ചൊന്നത് ഞങ്ങൾ എന്താക്കുന്നില്ല സ്വീകരിക്കുന്നു. രണ്ടാമത്തെ സന്ദർഭം ഇങ്ങനെ നിൽക്കത് എങ്ങനെ പ്രമാണം ജണ്ടാലൊട്ടി ഇക്കറ് മാത്ര സ്ട്രോങ് ആയിട്ടുള്ളത് സ്വഹി ആയിട്ടുള്ളത് ഒരു വിഭാഗം ആൾമാരൊട്ടിയ ഇങ്ങനൊട്ടിയ ലൈഫായ പ്രമാണിത്തിക്ക് അപ്പം ഞങ്ങൾ നിൽക്കണായി ഇവിടെ സ്വഹിയായ പ്രമാണത്തൊട്ടിಗೆ തിക്കറ് നിൽക്കണായി ലൈഫായ പ്രമാണം ചൊന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ചിലപ്പോ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ജണ്ടാലൊട്ടിയും പ്രമാണിക്കും. ഇപ്പൊ ഞങ്ങൾ ഈ സഹോദരങ്ങൾ ചൊന്ന പോലെ കുറെ ലഫ്ലി ആയിട്ട് എടുക്കാറ് ഇല്ലേ മാനവിയായിട്ട് എടുക്കാറ് മാത്ര പ്രമാണ ജണ്ടാലൊട്ടിയും അപ്പൊ നമുക്ക് എന്താക്കൂല്ലേ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അതൊക്കെ ചൊല്ല തിക്കറ് ഉലമാക്ക അമ്രുദ് വാസ്യ അത് വിശാലമായ ഒരു ഇതേ കാര്യട്ടിക്കറ്. അപ്പൊ രണ്ടും ഏത് വേണം നമുക്ക് എന്താക്കാം സ്വീകരിക്കാൻ ചൊല്ലത് തിക്കറ് ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഇവിടെ ആ ഒരു ബനു ഖുറൈലയുടെ സംഭവത്തിൽ അതൊരു സംഭവം നടന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യത ഒന്നേറ്റിക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും അവിടേക്ക് ಬಂತು ബനു ഖുറൈലറങ്ങനെ കോട്ടരെ മുട്ട ಬಂತು അങ്ങോട്ട് എന്താക്കാറ് ദിഗ്ബന്ധനാക്കാറ് അവിടെ ബ്ലോക്കേജ് ബ്ലോക്കേഡ് അങ്ങനെ എന്താ ചൊല്ല അങ്ങനെ അതായത് ഉൽഗത്തിക്ക് ഫുഡ് പോവാത്ത പോലെ അങ്ങ് പുറത്ത് പറഞ്ഞു. അതായത് ഞങ്ങളൊട്ടിക്ക് നിങ്ങൾ സറണ്ടർ ആവുന്ന ചൊല്ല രൂപത്തിൽ സഹാബിരങ്ങ അങ്ങനെ കോട്ടത്തെ ചുറ്റിലും നിന്നിട്ട് അങ്ങനൊട്ടിക്ക് എന്താക്കാറ് ബനു ഖുറൈലർ അങ്ങനൊട്ടിക നിങ്ങൾ ഞങ്ങൾക്ക് സറണ്ടർ ആവുന്ന ചൊത്തു ആവശ്യപ്പെടുறாரு. അങ്ങനെ സറണ്ടർ ആവുച്ചോളൂ മുത്തിക്ക് എന്താക്കില്ല സറണ്ടർ ആയില്ല ഇല്ല ഞങ്ങൾ പണ്ടില്ല ഞങ്ങൾ പുറത്ത് പണ്ടില്ലാണ്ട് എത്തിക്കറ്
അങ്ങനെ പൽക്കിന് ബനു കുറയിലറങ്ങളെ പൽക്ക അങ്ങനെ ഇത്തിന്ത് അങ്ങനെ ಈಗ ಪಲ್ಕ ಈಗ ಪರ್ತು ಬಂಡದ ಕಾಣಂಟ ಮುತ್ತು ಕಟ್ಟಿಕ್ರು ಉಲ್ಗತ್ತು ಕೊಂಡು ಫುಡ್ ಎಲ್ಲ ಸ್ಟಾಪ್ ಹಾಕಿಟ್ಟು ಹಂಗ ಪರ್ತು ಬಂಡ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബരങ്ങ ആ ക്വാർട്ടർ ചുറ്റുള്ളു നിன்று അപ്പൊ ഉൽഗത്തില് ബനു കുറയിലത്തെ ലീഡർ ആയിട്ടുള്ള കാബ് ഇബ്നുൽ അസദ് അയാള് ആ ബനു കുറയിലറങ്ങളിൽ വിളിച്ചു കൂട്ടിട്ടാണ് ഇപ്പൊ എന്ത് ആക്രമിച്ചു അവിടെ ഒരു ഡിസ്കഷൻ നടക്കും അപ്പൊ കാബ് ഇബ്നുൽ അസദ് ചൊല്ലുற ഞങ്ങളുടെ ഇപ്പൊ 3 ഓപ്ഷൻ ഉള്ളി ആ 3 ഓപ്ഷൻ അല്ലാത്ത 4ാമത്തെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഞങ്ങൾ എതിർലില്ല അപ്പൊ എന്തിനത് 3 ഓപ്ഷൻ 1ാമത്തെ ഓപ്ഷൻ എന്താ വെച്ചെങ്കിൽ ഈ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയിട്ട് നമുക്ക് പിടിയുന്നു തൗറാത്തിൽ ഉള്ളതായിട്ടിക്കറ് അതേപോലെ ആ തൗറാത്തിൽ ചൊന്ന അടയാളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കണ്ടു അങ്ങനെ ഈ നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും മുസ്ലിം ആവണം ഇല്ലെന്തായി ഞങ്ങൾക്ക് ഒരു രക്ഷമില്ല ചൊന്തു കാബ് ഇബ്നു അസദ് ചൊല്ലും അപ്പൊ അത് ബാക്കി ഞങ്ങൾ ചൊന്ന ഇല്ല അത് സാധ്യമേ ഇല്ല ഞങ്ങളൊട്ടിಗೆ മുസ്ലിമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു വിഷയം ഞങ്ങളൊട്ടിಗೆ ഇല്ല ചൊന്താണ് ചൊന്നാണ് ഓക്കെ 2ാമത്തെ ഓപ്ഷൻ എന്തിനാ 2ാമത്തെ ഓപ്ഷൻ ഞങ്ങളെ മക്കളും പെണ്ണുങ്ങളും കൊന്നിട്ടു ആ ഒരു പോലെ ആവുന്ന ചൊന്ത് ഞങ്ങൾ എന്താക്കും യുദ്ധത്തിലോ അവിടെ പറത്തിരിഞ്ഞിട്ട് ഞങ്ങളോട്ട് യുദ്ധാക്കും ഇതൊക്കെ നിങ്ങൾ റെഡിയുള്ള അപ്പൊ അങ്ങനെ ചൊന്നറിയില്ല ഞങ്ങളെ സ്വന്തം മക്കള് ഞങ്ങളെ പെണ്ണുങ്ങൾ ഞങ്ങൾ കൊല്ലുറവും കാരണം ഇങ്ങനെ കൊന്നില്ലെങ്കിൽ യുദ്ധത്തിൽ സോത്തിയും പിന്നെ എന്തായാലും മക്ക പെണ്ണുങ്ങ അടിമമാറായിട്ട് ഞങ്ങളെ കൈക്ക് പോണ്ട അപ്പൊ അതിനെ ടീക്കർ ചൊല്ലേ ഞങ്ങൾ ഇങ്ങനെ കൊന്നിട്ട് ഞങ്ങൾ എന്താക്ക യുദ്ധത്തിലില്ല അപ്പൊ അതൊക്കും അങ്ങനെ എന്താക്കില്ല ഒപ്പില്ല അപ്പൊ 3ാമത്തെ ഓപ്ഷൻ എന്താ വെച്ചെങ്കിൽ ലൈലത്തു സബത്ത് ചെന്യാസറുണ്ട് ഞങ്ങളൊട്ടിಗೆ യുദ്ധത്തില്ല ചൊന്ന ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നാളിട്ട് ലൈലത്തു സബത്ത് ഞങ്ങൾ ഇതുക്ക് മുതൽ ചൊന്ന സബത്തിലെ നാളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് കണ്ടു അണ്ടത്തെ നാൾ ഒരു സ്വരം അങ്ങ് ആക്കില്ല അപ്പൊ മുസ്ലിം ഇങ്ങ വിചാരിക്കാറ് എന്ത് സബത്തിർ നാളല്ലേ അപ്പൊ ഇണ്ട് ബണ്ടില്ലാണ്ട് അങ്ങ് വിചാരിക്കാറ് അപ്പൊ ഞങ്ങൾ എന്താക്ക സഡൻ ആയിട്ട് പോയിട്ട് അറ്റാക്ക് ആക്ക അങ്ങ് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അറ്റാക്ക് ആക്ക അപ്പൊ അതുക്കും ചൊന്നാറ് അതും സാധ്യമില്ല കാരണം സബത്തിറെ ഞങ്ങൾ യൂസ് ആക്കിയിട്ടായെങ്കിൽ അള്ളാഹ് ಶಾಪನಗಳ ಮೇಲೆ ತಟ್ಟು അങ്ങനെ തട്ടു ഇങ്ങനെ അങ്ങനെ അതിലും സാധ്യമില്ല അപ്പൊ ഈ കാബ് ഇബ്നു അസദ് ലാസ്റ്റ് അർസം വന്ന് നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഒട്ടിಗೆ ഒരു അഭിപ്രായം ചൊന്നത് ഉണ്ടാ ചൊന്തു അർസത്തില് അവനങ്ങളെ വിട്ടുവിട്ടാണ്ട് തിക്കറ് നമുക്ക് ആ സംഭവത്തിൽ കാണാൻ സാധ്യം അങ്ങനെ ഇങ്ങനെ ആയോണ്ടിന്ത് ഈ 4 കടന്നു പോയി ഉണ്ടിന്ത് ലാസ്റ്റ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ഒരു സന്ദേശ കടത്തുറാറ് നബി മുട്ട ಬಂತು ഒരു സന്ദേശ കടത്തു എന്ത് നിങ്ങൾ ഒരാള് ഞങ്ങളെ മുട്ട കടത്തോ അയാളൊട്ടിಗೆ ഞങ്ങൾ ഡിസ്കഷൻ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് സറണ്ടർ ആവിടാ ചൊന്തു ഉൽഗത്തിലുള്ള ബനു കുറയിലിറങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട ഒരു മെസ്സേജ് കടത്തറ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബ റേറ്റിക്ക് സെലക്ട് ആക്കി അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ചൊല്ലു നീന് അവിടെ ഉൽഗപോയിട്ട് അങ്ങോട്ട് എന്ത് ഡിസ്കഷൻ ഉണ്ടോ അങ്ങ് എന്തിനു നിന്നോട്ട് ചൊല്ലാറ് അത് മാത്രമേ നീ കേട്ടിട്ട് റിട്ടേൺ പറഞ്ഞു നിന്റേതായ ഒരു അഭിപ്രായമാ അല്ലെങ്കിൽ നിന്റേതായ ഒരു പൽക്കമ നീ ചൊല്ലു തീരാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലുബാബറൊട്ടിಗೆ ചൊല്ലു അങ്ങനെ അബൂ ലുബാബ എന്താക്കറ് ക്വാർട്ടർ ഉൽഗ പോയിട്ട് അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഡിസ്കഷൻ ആക്കും അപ്പൊ അങ്ങ് കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ സറണ്ടർ ആയിട്ടായെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്ത് ആവു ചൊന്തുല്ലേ ആ ഒരു പേടിയുടെ ആ ഒരു ആകാംക്ഷയുടെ വിഷയത്തേക്ക് കേൾക്കുക പോണ്ടി അപ്പൊ അബൂ ലുബാബ് എന്താക്കിയിട്ട് ആ ഒരു ടൈമിൽ നബിർ ആ പൽക്ക മറന്നിട്ട് അയാൾ ചൊന്നു പോയിട്ട് നിങ്ങൾ എല്ലാവരും ഞാൻ കൊല്ലുറാണ് നിങ്ങൾ എല്ലാവരും കൊല്ലുറാ ചൊല്ലി ആ രൂപത്തിലേറ്റിക്കറ അയാൾ പൽക്ക പറഞ്ഞു അപ്പൊ ഇത് പൽക്ക പറഞ്ഞിട്ട് പിന്നെ എത്തിക്കറ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക നെനಪಾವಡೆ ಅಂದ್ರೆ ನಂದದಾಯ ഒരു അഭിപ്രായം ചൊല്ലു തീരാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുറല്ലേ അപ്പം അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്തു അയാൾക്ക് ഒരു ബോധമുണ്ട് അങ്ങനെ അല്ലാഹുവിനൊട്ടിಗೆ അയാൾ ഇസ്തിഗ്ഫാർ ആക്കുക അയാൾ പിന്നെ ടെൻഷൻ ആവും ഞാൻ എന്തിനു ചൊല്ലുന്നു എൻ്റെ വായിൽ എന്തിനു പന്നി അതേറ്റിക്ക് ഒരു മുഅ്മിനിന് തപ്പായിട്ടായെങ്കിൽ അപ്പം അല്ലാഹു നെനಪಾവಡು അങ്ങ് ഇസ്തിഗ്ഫാർ കേൾക്കാറുണ്ട് ഇതിക്ക് അല്ലാഹു ചൊല്ലു വഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബി അപ്പൊ ഇതേപോലെ അയാളുടെ ബായി തപ്പി വന്ന് ആ ഒരു പൽക്കത്തെ അയാൾക്ക് ടെൻഷൻ ആയിട്ട് അയാൾ പിന്നെ നബിയുടെ മുഖസമയത്തെ നോക്കുകയാവാത്ത രൂപത്തിൽ അയാൾ പെറൂത്തെ ബായിൽ സീത പോകും കോട്ടര പെറൂത്തെ ബായിൽ സീത മദീനത്തെ പള്ളിര മുട്ട പോയിട്ട് പെഞ്ഞേര് പിലിച്ച വന്ന് നന്റെ ഈ പില്ലർക്ക് നീ കെട്ടിവെക്കണം അവിടെ പില്ലറിന്ത് ആ പില്ലർക്ക് നീ നന്റെ കെട്ടിവെച്ച് നന്റെ ശിക്ഷനെ നാ സ്വന്തം ഏറ്റെടുക്കിற അള്ളാഹു നന്റെ വിഷയത്തിൽ വിധി തന്നെ കൊടുത്തോളൂ നാ ഈ കെട്ടിനി ഗിൽക്കില്ല ഊടെ നാളെ ബന്ധനത്തിൽ ഇക്കര സ്വന്തു അയാളുടെ നേർച്ചവയ്ക്കും അങ്ങനെ ഈ വിഷയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു പൽക്ക ചൊല്ലു അമാ ഇന്നഹു ലൗ ജാഅനി ലസ്തഗ്ഫർതു ലഹു അയാളും ഇത്തി നന്റെ മുട്ട വന്നിട്ട് അള്ളാഹുരട്ടെ അയാൾക്ക് വേണ്ടിയിട്ട് എന്താക്കാത്ത ഇസ്തിഗ്ഫാർ തേടാത്ത മാത്രം അയാളുടേതായ എന്താക്കിട്ട് നേർച്ച വെച്ചിട്ട് അയാൾ സ്വന്തം തപ്പുരെ ശിക്ഷ ഏറ്റെടുത്ത സഭ അള്ളാഹു ಅದಕ್కొരു വിധി തരാൻട്ടെ നക്കു എന്തുമാക്കു സാധ്യല്ല അങ്ങനെ ഇട്ടിക്ക് പിന്നെ എത്രമാ 4 അബൂ ലുബാബ അതേ അവിടെ ആ ബന്ധനത്തിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിക്ക് പോയി വന്നോ ഇന്ത് അതേപോലെ നിസ്കാരത്തിക്ക് പോയി വന്നോ ഇന്ത് പിന്നെ പാടെ അതേ ജാഗയിൽ വന്ന് കെട്ടിട്ടിട്ട് തെച്ചോ ഇന്ത് ഇതേ തിക്ക് നമുക്ക് കാണാം ലാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ് ആയത്ത് നാസിലാക്ക് വആഖറൂന അഅതറഫു ബിദുനൂബിഹിം
ഖലതു അമലൻ സ്വാലിഹൻ വആഖറ സയ്യ അസല്ലാഹു അൻ യതൂബ അലൈഹി. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറെ ആൾമാരുള്ളാറ് അങ്ങ് അമൽ സ്വാലിഹാത്തും അതേപോലെ തപ്പും മിക്സ് ആയിട്ട് ജീവിக்கிறാங்க. അങ്ക് ചിലപ്പോൾ അള്ളാഹു നീ അങ്ങനെ നീയത്ത് തെക്കന അസല്ലാഹു അൻ യതൂബ അലൈഹി, അള്ളാഹു അങ്ക് മാഫാക്കി കൊടുക്കുകയും ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറും റഹീമുമായി തിക്ര ചൊന്തു അള്ളാഹു ആയത്ത് നാസിലാക്കി. അത് അബൂലുബാബർ വിഷയത്തിലെ ടിക്കർ ചൊന്ത ടിക്കർ ആ ആയത്തിൽ നമുക്ക് കാണാൻ സാധ്യം. സൂറത്തു തൗബറോ 102 ആയത്ത്. അപ്പൊ ഇതേ ടിക്കർ അതിലെ സംഭവ കൊറിയ ഉലമാക്കന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാറ് അത് ഈ സംഭവം അല്ല, അത് തബൂക്കിലെ സംഭവം ടിക്കർ. തബൂക്കിലു അബൂലുബാബ് എന്താക്കിട്ടില്ല, യുദ്ധത്തിന് പോയിട്ടില്ല. അപ്പൊ ആ യുദ്ധത്തിൽ പോയിട്ടില്ലുണ്ടാവുമ്പോ പിന്നെ ഖേദവന്ത് അങ്ങനെ ടിക്കർ അബൂലുബാബ് എന്താക്കുക ആ പില്ലറിനോട് പോയിട്ടിട്ട് സ്വന്തം ശിക്ഷ ഏറ്റെടുക്കുക. അപ്പൊ അങ്ങനെ അഭിപ്രായപ്പെട്ടവും ഉള്ളാണ്. ഏതായാലും ആ പില്ലർ ഇപ്പം ഞങ്ങൾ മദീനത്ത് പോയെങ്കിൽ അവിടെ ഇപ്പം എഴുതിയിട്ടുണ്ട് ഉസ്തുവാനത്തു അബൂലുബാബ. ഉസ്തുവാനത്തു അബൂലുബാബ ചൊന്തു ആ പില്ലറുടെ പേര് എഴുതിയത് നമുക്ക് ഇപ്പം മദീനത്തിൽ കാണാൻ സാധ്യം. അപ്പൊ അതേ ടിക്കർ അവിടെ നടക്കുന്നതായ ഒരു സംഭവം. അങ്ങനെ ഏതായാലും ആ ഒരു ದಿಗ್ಬಂಧನ ನಾಲ್ಕು ಮೂತಕ್ಕ ಯಹೂದಿಮಾರ್ಗೆ ಯಾರ ಕಷ್ಟ ಎಂಬಂತ ಚೊನ್ನೆ ಆ ಉಳ್ಗತ್ತಲ್ಲಿ ಫುಡ್ ಎಲ್ಲ ಖಾಲಿ ಐತು, ಅಂಕ ತಿನ್ನೋಗೆಂದು ಇಲ್ಲ ಅಂತ ಐತು. അങ്ങനെ 25 നാളായിട്ട് 25 ഏകദേശം ഒരു എന്തൊരു ഒരു തിങ്കൾ മുട്ടത്തോളൂ ഇങ്ങനെ ആയോണ്ടിരുന്നു. അങ്ങനെ ഒരു നാൾ ജാവുകു അവിടെ ഈ ദിഗ്ബന്ധന ആയോണ്ടിരിക്കുന്ന ടൈമിൽ ഒരു നാൾ ജാവുകു ഒരാള് ആ കോട്ടരെ പത്ത് പണ്ടത് 6 ಮುಂತಾವತ್ತು ರೂಪത്തിൽ ഒരാൾ എന്താക്കറ് കോട്ടരെ 10 പണ്ട് ആ ബനു ഖുറൈദയിൽപ്പെട്ട ഒരാൾ. അങ്ങനെ ഈ 10 പണ്ടത് ആറ് നോക്കൂ സഹാബിയായ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു. അയാൾ നോക്കിയിട്ട് വേഗം വിട്ട് അയാൾ പിടിച്ചിട്ട് മൻഹാദ ഇതാറ് നീ ആറ് കേക്ക്. അപ്പൊ ഇയാൾ ചോദിച്ച അന അംർ ഇബ്നു സഅദ് അൽ ഖുറദി, ഞാൻ അംർ ഇബ്നു സഅദ് അൽ ഖുറദി എത്തിക്കറ. അംർ ഇബ്നു സഅദ് അൽ ഖുറദി അയാൾ നല്ലൊരു മനുഷ്യത്തിണ്ട്, ബനു ഖുറൈദയുടെ കൂട്ടത്തിൽ നല്ല ഒരു ഇഖ്ലാസുള്ള ഒരാളായിട്ടുണ്ട്. അത് മാത്രമല്ല ഇങ്ങ നെബിരെ കരാറ് ലംഘിക്കുന്ന ടൈമിലെല്ലാം ഇയാൾ ശക്തമായിട്ട് എതിർത്ത ഒരാളായിട്ടിക്കാറ് ഈ അംർ ഇബ്നു സഅദ് അൽ ഖുറദി. അപ്പൊ ഇയാൾ ചൊന്തു ഞാൻ അമ്ര. അപ്പൊ ഇത് മുഹമ്മദ് ഇബ്നു മസ്ലമക്ക് പിടിയിട്ട് ഇയാൾ നല്ല ഒരാളുണ്ട്. അങ്ങനെ മുഹമ്മദ് മസ്ലം അയാൾ പൊട്ടിട്ടു റിപ്പോർട്ട്. അങ്ങനെ പിന്നെ അയാൾ എന്താക്കിത്ത് അവിടെ തപ്പാട്ടി പോയിത്ത്. ഈ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൊന്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്ക ചൊല്ലു എന്തിരെ ذلك الرجل فنجا الله بوفائه. ആ മനുഷ്യ അയാളുടെ ആ ഒരു ഇഖ്ലാസ് കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ ബച്ചവാക്കിയിട്ട് അതിൽ പിന്നെ അയാളോട് പോയിട്ട് ബച്ചവായിൽ പിന്നെ അയാളുടെ വിഷയം എന്തിനെ ചൊല്ലത് പിന്നെ ചരിത്രത്തിൽ നമുക്ക് എവിടും കാണാൻ സാധ്യല്ല. അപ്പൊ അത് അവിടെ ആ ബനു ഖുറൈദയിൽപ്പെട്ട ഒരാൾ ബച്ചവായത് നമുക്ക് അങ്ങനെ കാണാൻ സാധ്യം. അങ്ങനെ ലാസ്റ്റ് ബനു ഖുറൈദറോ ആൾമാർ ഈ കോട്ട ഉൾക്കെത്തിച്ചിട്ട് ലാസ്റ്റ് കഷ്ട വന്നതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ഒരു ആവശ്യപ്പെട്ടാർ ബനു ഖുറൈദറങ്ങ ഒരാളെ കടത്തിട്ട് നബിന് മുട്ട ഒരു ആവശ്യം എന്തിന് ഞങ്ങളെ നിങ്ങ ബനു നദീർ ഗോത്രത്തങ്ങളെ മദീനത്തെ പറത്തിട്ട പോലെ ബനു നദീർ ഗോത്രത്തങ്ങളെ പറത്തിട്ട് പത്ത് പോറും നിങ്ങൾക്ക് ഒരു വണ്ടൽ ആ ഒരു പോലത്തെ എന്തെല്ലാം സാമാനുണ്ട സമ്പത്തുണ്ട അത് നിങ്ങൾക്ക് കൊമ്പോവാ ചൊന്തയിട്ട് ബനു നദീർ ഗോത്രത്തങ്ങളുടെ ചൊന്നു. അപ്പൊ അതേപോലത്തെ ഒരു ರೀತಿಯಲ್ಲಿ ನೀವು ഞങ്ങൾ എന്താക്കും സ്വീകരിക്കുന്നു. ഞങ്ങൾ മദീനത്തെ പുറത്തു പോരടിയുള്ള മാത്രം ഞങ്ങളെ സമ്പത്തിനൊട്ടിಗೆ ഞങ്ങൾക്ക് എത്ര കൊമ്പോ സാധ്യത അത്ര ഞങ്ങൾ കൊമ്പോണ്ട ആ ഒരു രീതിയിൽ നിങ്ങൾ ഞങ്ങളെ കാണുറുണ്ടായിട്ടിക്കറ് ആ റൊട്ടിಗೆ ಈಗ ಬನು ഖുറൈദറങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി ആവശ്യപ്പെട്ടു. പിന്നെ റിപ്പോർട്ടിൽ കാണും ബനു ഖുറൈദറങ്ങല്ല ഔസ് ഗോത്രത്തങ്ങ അൻസാരിയായ അല്ലെ ആൾമാർ രണ്ട് ഗോത്രം ഹസ്റജും ഔസ്. അപ്പൊ ഔസ് ഗോത്രത്തങ്ങ ഇട്ടിക്കാർ ബനു ഖുറൈദറങ്ങായിട്ട് എന്താക്കറ് ഇതാക്കറ് റിക്വസ്റ്റ് ആക്കി നബിയെ നിങ്ങളൊട്ടിಗೆ നിങ്ങൾ ബനു നദീർ ഗോത്രത്തങ്ങളെ പോലെ ഇതാക്കൂ. എന്തുകൈത്ത് ഔസ് ഗോത്രത്തങ്ങ നബിന് മുട്ട ಬಂತಿങ്ങനെ ഇതാക്കറ്. കാരണം എന്താ വെച്ചാൽ ജാഹിലിയത്തില് ഔസ് ഗോത്രത്തങ്കും ബനു ഖുറൈദ നല്ല ബന്ധിണ്ട് ഇങ്ങ ഒട്ടിಗಿന്നാണ്. ഔസ് ഗോത്രത്തങ്ങും ബനു ഖുറൈദ ഹസ്റജ് ഗോത്രത്തങ്ങളൊಟ್ಟಿಗೆ ಬಂದಿನ್ನ ആർക്ക് ബനു നദീറും ബനു ഖുറൈദ ബനു നദീർ ബനു ഖുറൈദ. അപ്പൊ ಅದಕ್ಕೆ ಮೊದಲ ജാഹിലിയ കാലഘട്ടത്തിൽ ഔസ് ഗോത്രത്തങ്കും ഹസ്റജ് ഗോത്രത്തങ്കും യുദ്ധ ആകുമ്പത്തുകു ഈ ഔസ് ഗോത്രത്തങ്ക് സപ്പോർട്ട് ആയിട്ട് നിൽക്കാറ് ബനു ഖുറൈദത്തങ്. അതേപോലെ ഹസ്റജ് ഗോത്രത്തങ്ക് സപ്പോർട്ട് ആക്കി നിൽക്കുക ബനു നദീറും ബനു ഖൈനുഖറാണ്. അങ്ങനെ പരസ്പരം അടിയാക്കി ഇന്നങ്ങ പരസ്പര കൊന്നു ഇന്ന ആൾമാർ യഹൂദിമാർ അങ്ങനെ യുദ്ധാക്കിയിട്ട് പരസ്പരം കൊന്നു ഇന്നാൾ. അതേറ്റിക്ക് അല്ലാഹു സൂറത്തുൽ ബഖറയിൽ ചോദിച്ചു സുമ്മ അൻതും ഹൗലൈ തഖ്തുലൂന അൻഫുസകും, നിങ്ങൾ പരസ്പര സ്വന്തത്തെ കൊന്നു ഇന്ന ആൾമാർ ഇട്ടിക്കാറ്. കാരണം യുദ്ധാക്കുമ്പോ ആ യഹൂദിമാരെ ഞങ്ങൾ എന്താക്കി കൊന്നു ഇന്നി ആ കൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചതാക്കിയത് ഇട്ടിക്കാറൊട്ടി. വൈദ അഖദ്നാ മീസാഖകും ലാ തസ്ഫികൂന ദിമാഅകും, അള്ളാഹു ബനി ഇസ്രായേൽമാരൊಟ್ಟಿಗೆ കരാറെടുത്തത് ഇട്ടിക്കറ് ലാ തസ്ഫികൂന ദിമാഅകും, നിങ്ങൾ പരസ്പര കൊല്ലുകുത്തീറ അങ്ങനെ എന്താക്കി ഇന്നാറ് ആ ജാഹിലിയത്തിൽ പരസ്പര കൊന്നു ഇന്ന്. മാത്രം പിന്നൊരു കോമഡി എന്താ വെച്ചെങ്കിൽ അങ്ങ യുദ്ധാക്കിയിട്ട് അതിൽ ഏതോ ഒരാൾ വിന്നായാൽ പിന്നെ ഇങ്ങനെ കൂട്ടത്തെ ബന്ദിമാരുടെ കുട്ടിയുണ്ടാകും. അതായത് ബനു ഖുറൈദറങ്ങ വിന്നായിട്ടായെങ്കിൽ ആ ബനു ഖൈനുഖറങ്ങളെ ബന്ദിമാരുടെ അടുത്ത് കൊണ്ടാണ് ലാസ്റ്റ് ഇങ്ങനെ എന്താക്കರೆ കാസെല്ലാം ഒട്ടിಗೆ ആക്കിയിട്ട് ആ ബന്ദിമാരെ കൂട്ടറി.
ಅದೆಂದಿಗೆ ಚೊಂದೆಂಗಿ ತೌರಾത്തിൽ ಚೊಂದರು ಎಂದ್ರೆ ಅದೆಂದಿಗೆ അങ്ങനെ ತೌರಾത്തിൽ ಚೊಂದರು യഹൂദിമാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബന്ധിയിട്ടുള്ള നിങ്ങൾ അങ്ങനെ ബുടുപ്പാട്ടുന്നു നിങ്ങമേ എന്താക്കണം അങ്ങനെ നിങ്ങൾ അങ്ങനെ ബുടുപ്പാട്ടുന്നു അപ്പൊ ഇങ്ങമേ സ്വന്തം എന്താക്കി ഇന്നേ ബുടുപ്പാട്ടി ഇന്നേ ആയെങ്കിൽ കൊല്ലുക്ക് തീരാ ചൊന്നത് അതങ്ങെടുത്തു ഇല്ല നമുക്ക് പരസ്പരം കൊന്നും ഇല്ല അത് കേട്ടിക്കല്ല ആ ആയത്തിലെ ലാസ്റ്റ് ചൊല്ലി അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് കിതാബിലെ കൊറിയ ഭാഗം നിങ്ങൾ എടുക്കാറ് കൊറിയ ഭാഗം വിട്ടുവിടുறாரு ഇതെന്തൊരു അവസ്ഥ അങ്ങനെ ആക്കറക്ക് ഫമൻ യഫ്അൽ ദാലിക അങ്ങനെ ആക്കറക്ക് ഖിസിയുൻ ഫിൽ ഹയാത്തി ദുനിയ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നിന്ദന ഇട്ടിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലു അപ്പൊ ആ സ്വഭാവം ഞങ്ങളൊട്ടിಗೆ വന്നിട്ടായെങ്കിൽ ഞങ്ങൾ പേടിക്കും അല്ലെ ഖുറാന്റെ അല്ലെ ഹദീസിൽ ഒരു ഭാഗം മാത്രം എടുക്കുക വേണ്ടാത്തത് വലിച്ചേര് കുറെ ആൾമാർ തൗഹീദും ബിദഅത്തിലുള്ള നല്ല ശക്തിയായിട്ടുള്ള നല്ല ഗട്ടിക്கிறார் മാത്രം ഹറാമിന്റെ വിഷയത്തിൽ ബഡ്ഡിയെടുക്കുന്ന വിഷയത്തിൽ അതെല്ലാം അത്ര വലിയ വിഷയാക്കില്ല അങ്ങനെയുള്ള അവസ്ഥ എല്ലാം അള്ളാഹും റസൂലും എന്താ നമുക്ക് പഠിപ്പാട്ടിയത് അത് ഞങ്ങൾ ഒമാ ആതാക്കും റസൂൽ ഫഖുദു ഒമാ നഹാക്കും അൻഹു ഫൻതു എന്തൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊമന്ദ്ര അത് നിങ്ങൾ എടുക്കോ എന്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞിര അതിനെ നിങ്ങൾ വലിച്ചെറിയും അതേ ടീക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടി തന്നു അപ്പൊ ഏതായെങ്കിലും ഇവിടെ ഔസുഗോത്രത്തന്നെ ഇട്ടിക്കാറ് നബിരൊട്ടിಗೆ ಬಂತ ರಿಕ್ವೆಸ್ಟ್ ಆಗ ഇങ്ങളൊട്ടിಗೆ നിങ്ങൾ ബനൂ നളീറിനൊട്ടിಗೆ ആക്കിയ പോലെ ആക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒർക്കും ഒപ്പില്ല സാധ്യമില്ല കാരണം ബനൂ നളീർ ഗോത്രത്തങ്ങ ആക്കിയ പോലത്തെ വഞ്ചന അല്ല ഇങ്ങാക്കി ബനൂ നളീർ ഗോത്രത്തങ്ങ ഒരു യുദ്ധത്തെ ടൈമല്ല ഇതെന്തരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ സ്റ്റാർട്ട് ആവರೇಕು മുന്നോಲು അങ്ങ് ഒരു സമയം യുദ്ധ സ്റ്റാർಟ್ ആവರೇಕು മുന്നോಲು ചൊಂದರೆಂಗಿ ನಬಿ ಸಾಹೇಬರಂಗೆ ಅದಕ್ಕೆ ಎಂದೇ ಅವರು ವ್ಯವಸ್ಥೆ ಹಾಕಾತಾರ ಯುದ್ಧ ಸ್ಟಾರ್ಟ್ ಆವರೇಕು ಮೊದಲು ಕರಾರ್ ಅಂದ್ರೆ ನೆನಪಾಕಿಟ್ಟು അങ്ങത് ഒപ്പിട്ട് ലാസ്റ്റിക്ക് ശത്രുമാർ എതിർലുള്ളാറ് അങ്ങനെ അടിക്കുക വന്നറാറ് ആ ടൈമിലേറ്റിക്കറ് നിർണായകമായ ആ ഒരു സന്ദർഭത്തിലേറ്റിക്കറ് ഇങ്ങ കരാർ ലംഘിക്കറ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ മുസ്ലിമീങ്ങളെ കൽവ് തൊണ്ടരോടെ വന്നെത്തി പേടിച്ചിട്ട് അങ്ങ് വെറുന്നാറ് എന്തൊരാവൂർ ചൊന്ന പെണിങ്ങ മക്കളുടെ ഒരു കാട്ടിലുള്ളാറ് അങ്ങനെ സംരക്ഷിக்கிறമ ഊടെ നോக்கிறമ അങ്ങനത്തെ അവസ്ഥ ഇട്ടിക്കറ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അങ്ങ് ആ ഒരു കരാർ ലംഘിച്ച സഭలు ബനൂ നളീർ ഗോത്രത്തങ്ങളൊട്ടിಗೆ ആക്കിയ പോലെ കാക്കു സാധ്യല്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവർ ആവശ്യം എടുത്തില്ലേ നബി അത് ഒപ്പില്ലേ പിന്നെ അങ്ങ് രണ്ടാമത്തെ വട്ടം വന്നാറ് രണ്ടാമത്തെ വട്ടം ചൊന്നാറ് ഓക്കെ ഞങ്ങൾക്ക് സമ്പത്ത് എന്തും വേണ്ട ഞങ്ങളെ വെറുതെയും മദീനത്തെ പറത്തിടും ഞങ്ങൾ എന്തും എടുത്തു പോണ്ടില്ല ഞങ്ങൾ ആൾക്ക് ഞങ്ങൾ ഉടനെ പറത്തു പോണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഒപ്പില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഓക്കെ നാനൊരു ഹുക്കുമ് ചൊല്ലൂല്ലേ നിങ്ങൾ അംഗീകരിക്കുന്നതായ ആൾമാർ നിങ്ങൾക്ക് തൃപ്തിയുള്ള ആൾമാർ ഒരാള് നിങ്ങളുടെ വിഷയത്തിൽ ഹുക്കുമ് ചൊന്നിട്ടായി നിങ്ങൾ ഒപ്പറാറാണ് അതാറ് കേക്ക് ഔസ് ഗോത്രത്തെ ലീഡറായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അപ്പൊ അത് ഔസ് ഗോത്രത്തെ മുൻകൊസീത്താ സഅദ് ഞങ്ങൾ ലീഡർ അപ്പൊ ബനൂ ഖുറൈള മുൻകൊസീത്താ ഔസ് ഗോത്രത്തെ ഞങ്ങൾ ഒട്ടിക്കുന്നങ്ങ അപ്പൊ സഅദ് റളിയല്ലാഹു എന്തായാലും ഞങ്ങൾക്ക് സപ്പോർട്ട് ആക്കിയിട്ട് ഹുക്കുമാക്കൂ അങ്ങനെ എന്തെങ്കിലും വിധി ചൊല്ലു അപ്പൊ ആ ഒപ്പിയാർ ആ ഓക്കെ സഅദ് റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് വിധി തന്നിട്ടായെങ്കിൽ ഞങ്ങൾ ഒപ്പറ ചൊന്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹുവിനോട് ബിൽപാട്ട് സഅദ് റളിയല്ലാഹുവിനോടുണ്ട് രോഗിയായിട്ട് ആ ഒരു അവസ്ഥയിൽ ഭയങ്കരമായ എന്തൊരു ട്രീറ്റ്മെന്റിലുള്ള ഒരു അവസ്ഥയിലേക്ക് സഅദ് റളിയല്ലാഹു മദീനത്തെ പള്ളിര മുട്ട ടെന്റിലുള്ളി അങ്ങനെ സഅദ് റളിയല്ലാഹു കുട്ടിയെ അങ്ങനെ ഒരു കത്തര മേൽ ദെപ്പാട്ടിട്ട് ബെൽത്തെ ഒരു കത്തര മേൽ ദെപ്പാട്ടിട്ട് സഅദ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കുട്ടിയെ പണ്ട് ബനൂ ഖുറൈള കോട്ടര മുട്ട കുട്ടിയെ പണ്ട് അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പണ്ട് സഅദ് റളിയല്ലാഹു അൻഹു വന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഖൂമു ഇലാ സയ്യിദിക്കും നിങ്ങളെ നേതാവായിട്ടുള്ളേ സഅദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ എഞ്ചിനിക്കൂർ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവെ ആദരിക്കുകയിട്ട് എന്താക്കരെ എഞ്ചിനിപ്പാട്ട് അപ്പൊ ഇവിടെ നമുക്ക് പിന്നൊരു ഹദീസ് കാണും ഒരാൾ സ്വന്ത നാപറമ്പത്തുകു നന്റെ കാണുമ്പത്തേക്ക് എഞ്ചിനിക്കൊണ്ട് ആഗ്രഹിച്ചിട്ടായെങ്കിൽ ഫല്ലതബവ്വ മഖാദഹു മിനന്നാർ അവനു നരകത്തിൽ ഒരു സീറ്റ് ബുക്കാക്കട്ടെ ചൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അപ്പൊ ഞങ്ങൾ ഒരാൾ പറയുമ്പത്തേക്ക് ആ എല്ലാവരും എഞ്ചിനിക്കണു അങ്ങനെ ഒർക്കും ആഗ്രഹിക്കോ തീര അങ്ങനെ ആഗ്രഹിக்கிறങ്ങ നരകത്തിൻ്റെ എത്തിക്ക റസൂൽ സല്ലല്ലാഹു അത് ചൊന്നെ അത് കിബിറിന്റെ ഒരു ഭാഗം എത്തിക്കും മാത്രം കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത് സഅദ് റളിയല്ലാഹു അൻഹു എത്തിക്കുക എന്താക്കി ആവശ്യപ്പെട്ടു അപ്പൊ വേറെ ഒരാൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടായെങ്കിൽ അതിലെന്തില്ല പ്രോബ്ലം ഇല്ല ഞങ്ങായിട്ട് ആഗ്രഹിക്കും തീരാ ചൊല്ലത് എത്തിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു വന്നപ്പോ ഖൂമു ഇലാ സയ്യിദിക്കും നിങ്ങളെ നേതാവ് നിങ്ങൾ എഞ്ചിനിക്കോ അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിಗೆ ഔസ് ഗോത്രത്തങ്ങ ಬಂಡಾರ ഔസ് ഗോത്രത്തങ്ങ ചൊല്ലാർ ബനൂ ഖുറൈളറങ്ങ ഞങ്ങൾ ഒട്ടിക്കുന്നങ്ങ കരാറിലിന്നങ്ങ അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ എന്താക്കുന്നു വിധി കൊടുക്കുന്നു ചൊന്തു ആവശ്യപ്പെട്ട അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഇന്ന് നക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നിർണയിക്കുക തന്നരെ ഒരു ആക്ഷേപാക്കുന്ന ഒരാളും നക്ക് പേടിക്കുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാരണം ഇത് വിധി ചൊന്നെങ്കിൽ എന്നെ നക്ക് ജീവിക്കൂല്ലേ നക്ക് വിടില്ല നാ മരണപ്പെട്ടു അപ്പൊ നന്റെ ദൂരരംഗ എന്തിനു വേണ്ടി ദൂരട്ട് നക്കതൊരു പേടിയേ ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണ്ട് നക്ക് വിധിക്കുകയിട്ട് തീരുമാനാക്കി അങ്ങനെ പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു എന്താക്കി ബനൂ ഖുറൈള കേക്ക്
ನಾನು ವಿಧಿಚ್ಚೆಂಗೆ നിങ്ങൾ അംഗീകരിக்கிறாரா നിങ്ങൾക്ക് അത് തൃപ്തിയാണ് അപ്പൊ ബനൂ ഖുറൈള சொல்றான் നമുക്ക് തൃപ്തിയെ നമുക്ക് അത് കുസി സാദർ റളിയല്ലാഹു അൻഹു എന്താക്ക് അവളെ ചൊല്ലു ഫഇന്നി അഹ്കുബു ഫീഹിം നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ വിധിக்கிறேன் சொன்னேங்க അൻ തുഖ്തലൽ മുഖാതില നിങ്ങളുടെ കൂട്ടത്തെ സൈന്യത്തിലുള്ള ആൾമാർ അല്ലെങ്കിൽ ബുലൂഗെത്തിട്ടുള്ള ആൾമാരെ കൊല്ലണു ചൊല്ലറിയിട്ടിക്ക് നന്റെ വിധി വഅൻ തുസ്ബിയ നിസാ വദുറിയ മക്കളും പെണ്ണുങ്ങളും ബന്ധനത്തിലിടണു ബന്ദിയാക്കുന്നു വഅൻ തുഖ്സമ അംവാലഹും നിങ്ങളുടെ കൂട്ടത്തെ സമ്പത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ആക്കുന്നു ഇതേറ്റിക്ക് നന്റെ വിധി ചൊന്തേറ്റിക്ക് സാദർ റളിയല്ലാഹു അൻഹു ചൊല്ലു ഇത് കേട്ടപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ നബി തക്ബീർ ചൊന്നേൽപ്പിന് ചൊല്ലു ലഖദ് ഹകംത ബിഹുക്മില്ലാഹി മിൻ ഫൗഖി സബ്ഇ സമാവാത്ത് ഏഴാകാശത്തെ മേലുള്ള അല്ലാഹു ഒരു വിധിയേറ്റിക്ക് സാദ നീ ഇപ്പൊ വിധിച്ചേ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദർ റളിയല്ലാഹു അൻഹു അപ്പൊ ഇത് സാദർ റളിയല്ലാഹു അൻഹു വിധിച്ചത് അത് സ്വന്തം വിധിയല്ല യഥാർത്ഥത്തിൽ എന്തിന് തൗറാത്തിലുള്ള വിധിയേറ്റിക്ക് അങ്ങനെ ആ ബനൂ ഖുറൈള അംഗീകരിക്കുന്നതായ തൗറാത്തിലുള്ള വിധിയേറ്റിക്ക് തൗറാത്തിൽ ആ വിധി നമുക്ക് കാണാം അതായത് ഒരു പട്ടണത്തെ പിടിച്ചെടുത്തിട്ടായെങ്കിൽ അങ്ങനൊട്ടിಗೆ കാട്ടണായത് അങ്ങ് കരാർ ലംഘിക്கிறாங்க അങ്ങനൊട്ടിಗೆ കരാറ് കൂടണം അങ്ങ് കരാർ ലംഘിക്கிறாങ്ങാണ്ടായെങ്കിൽ അങ്ങനെ കൂട്ടത്തെ ബുലൂഗെത്തി ആൾമാരെ കൊല്ലണു ചൊല്ലതും അതേപോലെ മക്കളും പെണ്ണുങ്ങളെ ബന്ദിയാക്കണു ചൊല്ലതും പിന്നെ അങ്ങനെ സമ്പത്തിലെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ആക്കണു ചൊല്ലതും ഇത് തൗറാത്തിലുള്ള വിധിയേറ്റിക്ക് സാദർ റളിയല്ലാഹു അൻഹു ചൊല്ലു അങ്ങനെ ഇട്ടിക്ക് പിന്നെ ബനൂ ഖുറൈളയെ ആൾമാരെ ഓരോരുത്തരെ വിളിച്ചിട്ട് ആ ബുലൂഗെത്തി ആൾമാർ എന്താക്കര് തലപാർപാട്ടിട്ട് മുസ്ലിമീങ്ങ കൊല്ലുറി അത് 400 അഭിപ്രായം ഉണ്ട് 700 ആൾമാരുണ്ട് ഉള്ളാർ അങ്ങനെ 700 ആൾമാരെ മുസ്ലിമീങ്ങ എന്താക്കാറ് അവിടെ വെച്ചിട്ട് കൊല്ലുറാർ അപ്പൊ നോക്കൂ ഇത് മാത്രമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കറങ്ങ എന്താക്കറി എടുത്ത് ഫോക്കസ് മുസ്ലിമീങ്ങ നോക്കൂ 700 ആൾമാരെ കൊന്നാറ് 700 ആൾമാരെ അന്യായമായിട്ട് കൊന്നു അന്യായമായിട്ടല്ല ഇത്ര വലിയ ഒരു ചരിത്രത്തെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മുച്ചു വെച്ചിട്ട് കാലി മുസ്ലിമീങ്ങ കൊന്നത് മാത്രമായിട്ട് എന്താക്കറി ഫോക്കസ് ആക്കറി അല്ല അതിൽ ചരിത്രേന്ദ്ര പഠിക്കുമ്പോഴത്തേക്കു അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധ്യം ഈവൻ അങ്ങനെ കൂട്ടത്തെ അതായത് മുസ്ലിം അല്ലാത്ത ബാക്കി ഇങ്ങനത്തെ ചരിത്രകാരന്മാർ സമയത്തെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ബനൂ ഖുറൈള ആ കൊടുത്ത വിധി അത് കറക്റ്റായ വിധിയായിട്ടിരിക്കും ആർ മുസ്ലിമീങ് അല്ല അങ്ങനെ കൂട്ടത്തെ ആൾമാരെ ചൊല്ലുന്നത് നമുക്ക് എത്രമാ ഇതിൽ കാണാൻ സാധ്യം അതേപോലെ സഹിയായി വന്ന അബൂദാവൂദ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ആക്കുന്ന ഹദീസിനെ എടുത്തിട്ട് ഈ എക്സ് മുസ്ലിം ചൊല്ലുறாங்க അതേപോലെ ഹദീസിനെ നിഷേധിக்கிறாங்க എന്താക്കുന്നത് തമാശാക്കുന്നത് എന്തിനോ ഇതെന്തൊരു അവസ്ഥ അബൂദാവൂദ് റിപ്പോർട്ട് ആക്കുന്ന സഹിയായി ഹദീസ് എന്തത് അത്തിയത്തുൽ ഖുറളി അയാള് ബനൂ ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ഒരാളായിട്ടുണ്ട് ഉണ്ട് അയാൾ ചെറിയിട്ടുണ്ട് അയാൾ പിന്നെ ഇസ്ലാം സ്വീകരിച്ചു അവൻ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ അയാൾ ചൊല്ലേ കുന്തു മിൻ സബി ബനി ഖുറൈള ഞങ്ങൾ ബനൂ ഖുറൈളരെ മക്കയിട്ടിന്നാണ് ഉണ്ട് അങ്ങനെ ഫക്കാനു യന്ദുറൂന സഹാബിരങ്ങൾ എന്താക്കി വിന്നാറ് ഞങ്ങളെ പ്രൈവറ്റ് പാർട്ട് നോക്കി വിന്നാറ് പ്രൈവറ്റ് പാർട്ടിൽ നോക്കി ഫമൻ അൻബത ശഅറ ഖുതില ആറ് പ്രൈവറ്റ് പാർട്ടിൽ മുടിയുണ്ട അങ്ങനെ കൊന്നു ഇന്നാറ് വമല്ലം യംബുത് ലം യുഖ്തല ആറ് പ്രൈവറ്റ് പാർട്ടിൽ മുടില്ലമ അങ്ങനെ കൊല്ലാണ്ട് വിട്ടുകൊണ്ടിന്നാറ് ഫകുന്തു ഫീ മല്ലം യംബുത് നാണ് മുടില്ലാത്തങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവണை തിന്നെ അങ്ങനെ തിക്കുന്നത് നന്റെ അങ്ങ് പുട്ടറി അപ്പൊ ഈ ഹദീസിൽ വെച്ചിട്ട് എന്താക്കുന്നത് തമാശാക്കി ഇതെന്തോ ഒരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാ പ്രൈവറ്റ് പാർട്ട് നോക്കിയിട്ട് ബെല്ലങ്ങ ശരി പിന്നെ എന്താക്കുക രണ്ടത്തെ കാലത്ത് ഇന്നെ എന്താക്ക ടെക്നോളജിയിൽ യൂസ് ആക്കിയിട്ട് ആ ബുലൂഗെത്തിത്ത ഇല്ലേ ചൊന്ത് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് എന്താ ലാബിലല്ല അങ്ങനെ എന്താക്കുക അണ്ടത്തെ കാലത്തിൽ എന്തുകൊണ്ട് പരിശോധിക്കും അത് കേട്ടിക്കുന്ന സാഹചര്യം എന്താക്കി ഇങ്ങനെ ബെല്ലങ്ങമ്മ ബുലൂഗെത്തിയങ്ങമ്മ ചൊന്ത് പരിശോധിച്ച് ആ ഒരു രീതിയിലേക്ക് ആ ഒരു സിസ്റ്റമിലേക്ക് അങ്ങനെ സബുലു ഇയാൾ എന്താക്കറ് ആ ശരിയായ സബുലു ഇയാളുടെ അങ്ങ് സാധനങ്ങൾ ബുഡ്രാറിന്റെ തിക്കർ ആ ഹദീസിനുള്ളിൽ അപ്പൊ ഏതായെങ്കിലും ഇതേ തിക്കറ് ബനൂ ഖുറൈളവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവും അങ്ങനെ പിന്നെ അങ്ങനെ മക്കളും അതേപോലെ പെണ്ണുങ്ങളെ ബന്ദിയാക്കാറ് അതേപോലെ അവിടുള്ള സമ്പത്ത് ക്വാർട്ടറിലേക്ക് പോയിട്ട് സമ്പത്ത് എത്രമാ ആയുധമല്ല ശേഖരിച്ച് തിന്നാറ് മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് യുദ്ധാക്കുകയിട്ട് അതെല്ലാം മുസ്ലിമീങ്ങൾക്ക് ഗനീമത്ത് സ്വത്തായിട്ട് കിട്ടിത്ത് ഇത് ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്നതായ സംഭവം ഇത്തിക്കർ പിന്നെ ഇത്തിക്കറ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പറഞ്ഞാല് സഅദ് റളിയല്ലാഹു അൻഹു കിടന്നു ഇന്ന ടെൻട്രെ പത്തിൽ ഇങ്ങനെ ചോര ഒൽകു അതായത് ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ഔത്തുലിന്ത് നബി ഇങ്ങനെ വരിഞ്ഞു വെക്കുന്ന സന്ദർഭത്തിൽ എത്തിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേൾക്കറേ ആ മയ്യത്ത് ഏത് സ്വാലിഹായ മയ്യത്ത് ചോര ഒൽകിയുള്ള മയ്യത്ത് അള്ളാഹു ഒരു അർശ സമയത്ത് കുലുങ്ങിയ മയ്യത്ത് അപ്പൊ ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഞ്ചിട്ട് ഓടും സഅദ് റളിയല്ലാഹു അൻഹു മാൻ ചൊന്തു നോക്കുക അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു നോക്കുകയായിട്ട് പോകുമ്പോൾ അവിടെ സഅദ് റളിയല്ലാഹു അൻഹു വരിഞ്ഞ ആ ടെൻട്രെ പർത്തിൽ ഇങ്ങനെ ചോര ഒൽകിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു സഅദ് റളിയല്ലാഹു അൻഹു അണ്ട് ദുആർന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കിയതായിട്ട് അല്ലേ ചോര ഒൽകി വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ദുആർന്നത് ബനൂ ഖുറൈള വിഷയത്തില് ഒരു വിധി
കണ്ടിട്ട് കൺകുളിർമ ഇല്ലാണ്ട് അള്ളാഹു നീ എന്റെ വരിപ്പാട്ടുണ്ടാണ്. അങ്ങനെ ആ വിധി വിധിച്ചിട്ട് അതിൽ പിന്നെ എത്തിക്കർ സാദർ അല്ലാഹുനു പിന്നെ മരണപ്പെടും. ആ സാദർ അല്ലാഹുനു മരണപ്പെടുമ്പോ റഹ്മാൻ റഹ്മാനായ റബ്ബുൽ അർശ് കുല്യത്തിന്റെ എത്തിക്കൽ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ ആകാശത്തെ വായിൽ തുറക്കപ്പെട്ടിട്ട് വശഹിദഹു 70 അൽഫൻ മിനൽ മലായികതി അതെ 7000 മലക്കുമാർ സാദർ അല്ലാഹുനു വേണ്ടിയിട്ട് നിസ്കരിച്ചാറിന്റെ എത്തിക്കൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഈ വിഷയം അറിയിപ്പാട്ടുമ്പോ നബി ചന്തു സാദർ അല്ലാഹുനു മരണപ്പെട്ടിട്ട് അള്ളാഹു ഒരു അർശ് തമത്ത് കുലുങ്ങി. നോക്കൂ, അള്ളാഹു ഒരു അർശ് കുലുങ്ങി ചൊന്നെ ആ അർശ് അതെന്ത് കുലുങ്ങി ചൊന്നെ ഉലമാക്കന്മാർ ചൊല്ല കൊസിയിലേറ്റിക്കർ സാദർ അല്ലാഹുനു മരണപ്പെട്ട ആ ഒരു നണ്ടമുട്ട ബണ്ടേച്ചുള്ള ആ കൊസിയിലേറ്റിക്കർ അള്ളാഹു ഒരു അർശ് കുലുങ്ങര് ആകാശത്തെ വായിൽ തുറക്കപ്പെടുറേ 7000 മലക്കുമാർ സാദർ അല്ലാഹുനു വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കും. നോക്കൂ, സാദർ അല്ലാഹു കാലി 5 വർഷത്തേക്ക് ഇസ്ലാം കേട്ട് ഹിദ്മത്ത് എടുത്ത് മിസാബർ അല്ലാഹുവിനോട് മദീനത്തേക്ക് വന്ന് മിസാബർ അല്ലാഹുവിനോട് ദാവത്താക്കുക കൂടാത്തെ സാദർ അല്ലാഹുവിന് മിസാബർ അല്ലാഹുവിനോട് ഇസ്ലാം കേട്ടപ്പ ആ ഇസ്ലാമിൽ ആകർഷണമായിട്ട് എത്തിക്കർ സാദർ അല്ലാഹുവിന് ഇസ്ലാം സ്വീകരിക്കും. അങ്ങനെ പിന്നെ ഹിജ്റ 5ാമത്തെ വർഷത്തിൽ സാദർ അല്ലാഹു കാലി 30ാമത്തെ വർഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് 35ാമത്തെ വർഷത്തിൽ സാദർ അല്ലാഹുവിന് മരണപ്പെടുത്തി. 5 വർഷത്തിൽ അള്ളാഹു ഇസ്ലാം കേട്ട് ഹിദ്മത്തെടുത്ത ആ സാദർ അല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അള്ളാഹു ഒരു ആർഷ സമയത്ത് കുലുങ്ങുറുണ്ടായി. അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കുസിയാവുറുണ്ടായി. ഞങ്ങളുടെ ആലോചനാക്കും ഞങ്ങളുടെ ലൈഫിൽ എത്ര കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു അല്ലെങ്കിൽ തൗഹീദ് ബന്ധം എത്ര കാലത്ത് ഞങ്ങൾ എന്താക്കിയ അള്ളാഹുടെ മാർഗത്തിൽ ചൊല്ലി ഞങ്ങൾ ആലോചനാക്കും. ഞങ്ങളുടെ അവിടെ ഗ്രൂപ്പ് അങ്ങനെ ഇങ്ങനെ അതേ ആയല്ലാണ്ട് യഥാർത്ഥമായ തൗഹീദ് ചൊല്ലകൂ ഞങ്ങളെ കൊണ്ടിട്ടു ടൈം ഇല്ലാണ്ടായി പോയ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ഉള്ളേ ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എന്താക്കറി സാദർ അല്ലാഹു അൻഹുരെ കുളിപാട്ടർ അതിൽ പിന്നെ സാദർ അല്ലാഹുവിനോട് ദഫനാക്കറ്. ആ ദഫനാക്കற സന്ദർഭത്തിലും സാദർ അല്ലാഹുവിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ലൗ നജാ അഹദുൻ മിൻ ദമ്മത്തിൽ ഖബ്രി ലനജാ സഅദ് ഇബ്നു മുആദ്. ഒരു മയ്യത്ത് കബറിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ മയ്യത്തിലെ കബർ എന്താക്കി ഇങ്ങനെ ഒരു ഞക്കൽ ആ ഞക്കലിൽ നിന്ന് ആരെങ്കിലും ബച്ചവാവുന്ന ഉള്ളാറുണ്ട എന്നിരെങ്കിൽ സാദർ അല്ലാഹുവിന് ബച്ചവാവാ. കാരണം അത്ര വലിയ മഹത്വമുള്ള ഒരു സഹാബിട്ടിക്കറ് സാദർ അല്ലാഹു. ആ സാദർ അല്ലാഹു സമയത്തെ എന്തായിട്ടില്ല കബറിലെ ഞക്കലിൽ നിന്ന് ബച്ചവായിട്ടില്ല. അപ്പൊ എല്ലാവർക്കും അനുഭവിക്കും. ആ മുഅ്മിനുണ്ടായെങ്കിൽ ആ കബർ പിന്നെന്താ ഒരു വിശാലാവും. മുനാഫിക്കായെങ്കിൽ കാഫിറായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ മീക്കറ് ഖിയാമത്ത് നാൾ തോൽ അങ്ങനെ മീക്കറുണ്ടായിത്തിക്കറ് ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ സാദർ അല്ലാഹുവിന് മരണപ്പെട്ടത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ബേജാറാക്കിയ ഒരു കാര്യം. ദഫനാക്കിയാൽ പിന്നെ എത്രമാനേറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെട്ടു ചിലർ ആയിഷ റളിയല്ലാഹു ചിലർ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉൾപ്പെട്ടു തങ്ങളെ ജണ്ടാലിലെ ആ സൗണ്ടും നക്ക് കേട്ടു ಬೇರೆ ಬೇರೆ ಇಟ್ಟು ನಕ್ಕೆ ಕೇಟು ಚೊನ್ನೆ ಬೊಬ್ಬಿಟ್ಟಲ್ಲ ಆ ತೇಂಗಲಿ ನಕ್ಕೆ ಕೇಟು ಇಂತಿಂಡೆ ಟಿಕ್ಕರಿ ಆಯಿಷಾ റളിയല്ലാഹു അൻഹ ചെല്ലത് നമുക്ക് കാണാം. അപ്പൊ ഇതേ ടിക്കറ് ബനു ഖുറൈലയിൽ പിന്നെ നടന്നതായി സാദർ റളിയല്ലാഹു അൻഹു മരണ ചൊല്ലി നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ നടക്കുന്നതായ കുറേ സംഭവം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്നതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.